കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലവും ഈ പ്രദേശമാണ്. അതാണ് പൂക്കഞ്ചേരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം പറയുന്നത് അവിടെ വനമേഖല വനഭൂമി നശിപ്പിക്കപ്പെടുന്നു, പരിസ്ഥിതിക്ക് കോട്ടം പറ്റുന്നു, അത് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തി തീർക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ന്യായങ്ങൾ പറയുക. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് ആയിരിക്കുന്ന അവസരത്തിൽ അത്യാവശ്യം എന്തെങ്കിലും കൽപ്പറ്റയ്ക്കോ മാനന്തവാടിക്കൊക്കെ ബത്തേരിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം താമരശ്ശേരി ചുരത്തിൽ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെടുമ്പോൾ അവിടെ ഈ വാഹനങ്ങളിൽ നിന്ന് വമിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ എന്തുമാത്രമാണ് ആലോചിച്ചിട്ടുണ്ട്. എത്രയായിരം രൂപയുടെ ഡീസലും പെട്രോളുമാണ് അവിടെ കത്തിച്ച്. എന്തെങ്കിലും ഓരോ വ്യക്തികളായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നമ്മുടെ ഈ റോഡിന് വേണ്ടി നമ്മൾ മുടക്കുന്ന അല്ലെങ്കിൽ മുടക്കപ്പെടേണ്ടി വരുന്ന തുകയോടെ വാസ്തവത്തിൽ ഒരു വർഷത്തെ ഇവിടെ കത്തി നശിപ്പിക്കുന്ന ചുരത്തിൽ നശിപ്പിക്കുന്ന തുകയോട് എങ്കിൽ ഈ റോഡ് തീർക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ ഈ റോഡ് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ആ റോഡിൽ നിന്ന് നടത്തപ്പെടുന്ന ചെലവഴിക്കപ്പെടുന്ന മെയിൻ്റനൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു കാര്യം ഈ വെലങ്ങാട് കുഞ്ഞോം റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ളതാണ്. മാത്രമല്ല എന്തുമാത്രം ജീവനാണ് ഈ ട്രാഫിക് ജാമിൽ പെട്ട് കുടുങ്ങിയിട്ട് ആംബുലൻസിന് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകാനായിട്ടാണെങ്കിൽ റെയിൽവേ സംവിധാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കാത്തത്, അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്ന ആൾക്കാർക്ക് ഈ ട്രാഫിക് ജാം പെട്ടിട്ട് ഫ്ലൈറ്റ് കിട്ടാൻ പോയിട്ടുള്ളത് ജോലി നഷ്ടപ്പെട്ടത് എന്തുമാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ റോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഘടകത്തെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോലെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം സംസാരിച്ചാൽ പോലെ, അതിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ ഒരു റോഡ് ഇല്ലാത്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള അതുപോലെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട മറ്റു പലതരത്തിലുള്ള എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഇത് വരുത്തി തീർക്കുന്നതിനെ പറ്റിയൊക്കെ നാം ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.